ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 27-ാമത്തെ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം സ്വാഗതം. നാം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിലൂടെയാണ് ആത്മീയ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നാം ചില ആഴ്ചകളായി ഓർത്തുകൊണ്ടിരിക്കുന്നത് ഏലി പുരോഹിതൻ്റെ പുത്രന്മാർ, അവരും പുരോഹിതന്മാരായിരുന്നു, അവരുടെ പാപങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒടുവിൽ നമ്മൾ ഓർത്തു നിർത്തിയത് അവർ യഹോവയെ ഓർക്കാത്തവർ എന്നുള്ള വിഷയമാണ്. ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് അവരുടെ ജീവിതത്തിലൂടെ നാം കടക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രമാത്രം ജാഗ്രതയുള്ളതായി സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുക. എന്തായിരുന്നു ഏലിയുടെ പുത്രന്മാരുടെ മറ്റൊരു പാപം? അത് നമുക്ക് 17-ാം വാക്യം 2-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. അവർ ദൈവത്തിൻ്റെ വഴിപാട് നിന്ദിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നത് അത് യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു എന്നുള്ളതാണ്. അവർ യഹോവയുടെ വഴിപാട് നിന്ദിക്കുന്നതിനെക്കുറിച്ച് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. വായിച്ചു കേൾപ്പിക്കട്ടെ. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതൻ്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രയേലിയരോടും അവരങ്ങനെ ചെയ്യും. 15-ാം വാക്യം: മേധസ്സ് ദഹിപ്പിക്കും മുൻപേ പുരോഹിതൻ്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട് പുരോഹിതന് വറുപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ്സ് ദഹിപ്പിച്ച് കഴിയട്ടെ, അതിൻ്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട്, അല്ല, ഇപ്പോൾ തന്നെ തരേണം, ഇല്ലെങ്കിൽ ഞാൻ ബലാൽക്കാരേണ എടുക്കുമെന്ന് പറയും. 17-ാം വാക്യം: ഇങ്ങനെയാ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. എങ്ങനെ നിന്ദിച്ചു? ദൈവസന്നിധിയിൽ ദൈവം വെച്ച ക്രമം വിട്ട് പുരോഹിതന്മാർ അവർക്കു വേണ്ടിയ ഭോജനമാക്കി അതിനെ തീർത്തതിനാൽ, അല്ലെങ്കിൽ യഹോവയുടെ സന്നിധിയിൽ ക്രമം കെടുത്തി അവർ ചെയ്ത നിന്ന അത് വലിയ പാപമായിട്ട് കർത്താവ് കാണുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യാഗത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വർഗീയ നിയമങ്ങൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരോഹിതന്മാർക്ക് ദൈവം കൽപ്പിച്ച ഓഹരി നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അത് അവർക്ക് ഭക്ഷിക്കാവുന്നതാണ്. അത് ലേവ്യരുടെ അവകാശവുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ എന്നാൽ വ്യത്യസ്തമായ നിലയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ അർപ്പിക്കേണ്ടുന്ന ഈ പ്രത്യേകമായ വിഷയങ്ങൾ ആദ്യം തന്നെ കവർന്നെടുക്കുന്ന പുരോഹിതന്മാരായ ഏലിയുടെ പുത്രന്മാരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനോട് ബന്ധപ്പെട്ട് യാഗാർപ്പണം നടത്തുന്നവൻ്റെ വാക്കുകളൊന്നും അവർ ചെവിക്കൊള്ളുകയില്ല. മറിച്ച് ബലാൽക്കാരേണ എടുക്കുന്നതിന് മുൻപ് അവർ തരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആ വിഷയത്തെ ദൈവം കണ്ടത് യഹോവയുടെ വഴിപാടിനോടുള്ള നിന്ദയായിട്ടാണ്.
അർത്ഥാൽ അത് ദൈവത്തോടുള്ള നിന്ദയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 9 അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും ദൈവാലയത്തിൻ്റെ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് അർപ്പിച്ചത് ആരെങ്കിലും സ്വന്തമാക്കിയാൽ അത് സ്വർഗീയ നിയമപ്രകാരം വലിയ കുറ്റമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലേവ്യ പുസ്തകം 7 അധ്യായം അതിൻ്റെ 25 വാക്യത്തിൽ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിച്ച മൃഗത്തിൻ്റെ മേധസ് ആരെങ്കിലും തിന്നാൽ അവനെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം. പ്രിയപ്പെട്ടവരെ, ഹൊഫ്നിയും ഫിനെഹാസും യഹോവയുടെ വഴിപാട് നിന്ദിച്ചതിനാൽ യൗവനത്തിൽ തന്നെ അവർ പട്ടുപോയ ചരിത്രം ദൈവവചനം രേഖപ്പെടുത്തുന്നുണ്ട്. പുരോഹിതന്മാരായിരുന്നതിനാൽ അവർക്ക് സ്വാധീനവും കരുത്തുമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ അവർ ബാല്യക്കാരെ വിട്ട് യഹോവയുടെ വഴിപാട് നിന്ദിച്ചുകൊണ്ട് അവർക്കാഗ്രഹമുള്ള നിലയിൽ കാര്യങ്ങൾ ചെയ്തത്. വേലി തന്നെ വിളവ് തിന്നുന്ന ചരിത്രമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുക. എന്നാൽ സർവശക്തനായ ദൈവം അവിടുത്തെ ശിക്ഷ നടപ്പാക്കുന്ന ചരിത്രവും നമുക്ക് അവിടെ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി, ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി താങ്കൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? താങ്കളുടെ കരങ്ങളിൽ, താങ്കളുടെ സ്വത്തിൽ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെത് എന്തെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടോ? അയോഗ്യമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വലിയ കുറ്റമായി ദൈവം കണക്കാക്കുമെന്നുള്ളത് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്താതിരിപ്പാൻ നിവൃത്തിയില്ല. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധമായ ജീവിതത്തെ സൂക്ഷിപ്പാൻ ദൈവം തരുന്നതല്ലാതെ എനിക്കൊന്നും വേണ്ട എന്ന വലിയ ഉറച്ച ആത്മീയ തീരുമാനം ദൈവസന്നിധിയിൽ എടുപ്പാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ പുരോഹിതന്മാരെന്നറിയപ്പെടുന്ന ഈ 2 പേർ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴിപാടിനെ നിന്ദിച്ചതുകൊണ്ട് വലിയ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുക. ഈ ശക്തമായ മുന്നറിയിപ്പ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.